ഹായ് ഓൾ, പുതിയൊരു മോട്ടിവേഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിൽ പലരും PSC എക്സാമുകൾക്ക് പോകുമ്പോൾ നമ്മൾ എഴുതിയ ഉത്തരം ആ ക്വസ്റ്റ്യൻ മാർക്കിൽ മാർക്ക് ചെയ്യാതെ വരുന്നവരാണ്. നമ്മൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ നമ്മൾ മറന്നു പോകുന്നതാണ്, അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് അതിൻ്റെ ഉത്തരം നമുക്കൊന്ന് കമ്പയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. പലരും അങ്ങനെ ചെയ്യുന്നവരാണ്. എക്സാം എഴുതിയിട്ട് വന്നിട്ട് അതിൻ്റെ ആൻസർ വീട്ടിൽ വന്ന് കമ്പയർ ചെയ്ത് നോക്കത്തില്ല. ഒന്നല്ലെങ്കിൽ ചിലവർ പറയുന്നത് അവർക്ക് പേടിയാണ്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, അങ്ങനെ ചിന്തിക്കുന്നവരാണ് നമ്മളിൽ കൂടുതൽ ആളുകളും. കുഞ്ഞുനാളുകളിലൊക്കെ നമ്മൾ കേട്ട് വളർന്നൊരു ശീലമാണ്, നിങ്ങൾ എഴുതി വന്ന ആൻസർ നിങ്ങൾ ചെക്ക് ചെയ്യരുത്, നിങ്ങൾ എത്ര മാർക്കുണ്ടെന്ന് പരിശോധിക്കരുത്, അത് നിങ്ങളുടെ അടുത്ത പരീക്ഷയെ ബാധിക്കുമെന്ന് കുഞ്ഞുനാളിലെ നമ്മൾ കേട്ട് വളർന്നതാണ്. എന്നാൽ PSC പരീക്ഷ അപേക്ഷിച്ച് അത് പൂർണ്ണമായും തെറ്റാണ്. നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണത്. നമ്മൾ OMRൽ ആൻസർ മാർക്ക് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ എഴുതിയ ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യണം. അതായത് ചെറിയൊരു ഡോട്ട് ഇട്ടാൽ മതി. എന്നിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് പ്രൊഫഷണൽ ആൻസർ കീയുമായിട്ട് അത് ചെക്ക് ചെയ്യണം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഏതൊക്കെ മേഖലകളിലാണ് തെറ്റ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഒരു എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കൺഫ്യൂഷൻ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. ഇനി നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ നോക്കി വരുമ്പോൾ വീട്ടിൽ വന്നിട്ട് ആൻസർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കുറേ നെഗറ്റീവ് മാർക്കുകൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ എല്ലാം നെഗറ്റീവായി പോയി, ഇനി ഞാൻ നോക്കുന്നത് എന്തിനാ, അങ്ങനെ തളർന്നു പോകുന്നവരുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നെഗറ്റീവുകൾ കൊണ്ട് ഒരിക്കലും തളരരുത്. കാരണം നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത്, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായിട്ടും ഒന്ന് വെരിഫൈ ചെയ്യുക, നമ്മൾ എഴുതിയ ആൻസറുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് എത്ര നെഗറ്റീവുകൾ വന്നു, എത്ര റൈറ്റായിട്ടുള്ള ആൻസർ വന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിലായിട്ട് എഴുതി വയ്ക്കുക. ഇങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ നല്ലൊരു വിജയം പിന്നീട് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. നെഗറ്റീവുകളെ നേരിടാത്ത ആരും തന്നെ ഒരു സ്ഥാനത്തും എത്തിപ്പെട്ടിട്ടില്ല. നെഗറ്റീവുകളെ കണ്ട് ഭയപ്പെടുകയും വരരുത്. ഈ നെഗറ്റീവുകൾ നമുക്ക് അടുത്ത പരീക്ഷകളിൽ പോസിറ്റീവാക്കി മാറ്റണം, ഇരട്ടി പോസിറ്റീവുകളാക്കി മാറ്റണം. കാരണം നമ്മൾ എവിടെയാണോ വീക്ക് എന്നത് കണ്ടുപിടിക്കാൻ ഏറ്റവും അർഹതയുള്ളവർ നമ്മൾ തന്നെയാണ്, അതിന് ഏറ്റവും യോഗ്യരായവരും നമ്മൾ തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. നമ്മൾ എഴുതിയ ഒരു എക്സാമിൻ്റെ തെറ്റുകുറ്റങ്ങൾ പറയാൻ ഒരുപാട് പേരുണ്ടാകും. എന്നാൽ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് മറ്റാർക്കുമല്ല, നമുക്ക് തന്നെയാണ്. ഇപ്പോൾ സംഭവിക്കുന്ന ഓരോ പരാജയങ്ങളും അടുത്ത പരീക്ഷയിലേക്കുള്ള വിജയങ്ങളുടെ അവസരമാക്കി മാറ്റണം. എല്ലാവർക്കും നല്ലൊരു വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ താങ്ക് യു.